ഈ കാര്യത്തില് RSSും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടാണ്. അതാണ് അവരുടെ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക. ഫേക്ക് അക്കൗണ്ടുകൾ മാത്രമൊന്നുമല്ല. BJPയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് തന്നെ ഇത്തരമൊരു പോസ്റ്റുമായി രംഗത്ത് വന്ന ചിത്രം നമ്മൾ കണ്ടു. VD സതീശന്റെ സൈബർ പോരാളികളെല്ലാം ഒന്നടങ്കം DYFI അപകീർത്തിപ്പെടുത്താൻ ഇത്തരം വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ RSSും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒത്തുചേർന്ന് DYFIയെ ഒന്ന് ഇകഴ്ത്തിക്കളയാം എന്നാണ് ധരിക്കുന്നത്. അതിനുള്ള ശക്തമായ മറുപടി നാളെ ഈ നാടകം കാണാൻ കൂടിയുന്ന ആളുകളെ കണ്ടാൽ ഈ നാടിന് ബോധ്യപ്പെടും. അതിലെ ഈ അടിയന്തരാവസ്ഥയെ ഞങ്ങൾ ഈ നാടകത്തിലൂടെ ജനത്തിന് പറയുന്ന സമയത്ത് കോൺഗ്രസിന് അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ ഇന്ന് അടിയന്തരാവസ്ഥക്ക് സമാനമായി സകല സാംസ്കാരിക നായകരെയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ BJPയുടെ ഒരു നടപടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെയും BJPയുടെയും ഒരു ഐക്യപ്പെടൽ ഈ രാഷ്ട്രീയ നാടകത്തിന് എതിരായിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് 75-ലേത്, ഇന്നിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു കലബുർഗിയും ഗോവിന്ദ പ്രസാരിയും നരേന്ദ്ര ദഭോൽക്കറും നമ്മുടെ സ്റ്റാൻ സ്വാമിയും ഇങ്ങനെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നേരത്തെ സ്നേഹലതാ റെഡ്ഡിയെ കോൺഗ്രസ് ഗവൺമെന്റ് ജയിലിട്ട് കൊന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിടാതെ വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുന്നു ഇപ്പോഴേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ BJPക്കാർ. അപ്പോൾ അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിന് ആ നിലയിൽ തന്നെ ഞങ്ങൾ കാണുകയാണ്. അങ്ങനെയല്ല, വക്രീകരിച്ച് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെയും അത് പറഞ്ഞു. ഞങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു, ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് തന്നു. ഈ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരിന്റെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്രയെത്ര സെമിനാറുകൾ മാതൃകാപരമായി യുവജനങ്ങൾ ഏറ്റെടുക്കേണ്ട പല വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ എല്ലാം നടന്നു ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി. ഒരു സെമിനാറിന് ശേഷം നടന്ന ഒരു നാടകത്തെ, അതും ഒരു രാഷ്ട്രീയ നാടകത്തെയാണ് ഇങ്ങനെ വക്രീകരിച്ച് വികലമായി ചിത്രീകരിച്ച്, അതാണ് DYFI. അതായത് അത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയത്തെയല്ല, ആ രൂപത്തെ കാണിച്ച് ഇതാണ് DYFIയുടെ താല്പര്യം എന്ന് പറഞ്ഞു. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് വരുന്നത്. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോമിന്റെ ഫോട്ടോ വെച്ച് ഞാൻ രാവിലെ 1-2 ആളുടെ പേര് പറഞ്ഞിരുന്നു. ഒഫീഷ്യലായിട്ട് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന, എന്തിനേറെ പറയുന്നു, കേരളമൊക്കെ ഇഷ്ടപ്പെടുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ പിക്ചർ ഉള്ള ആളുകൾ വരെ ഇത് പ്രചരിപ്പിക്കുക. എന്തൊരു തോന്നിവാസായത്.